ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ചക്ക എരിശ്ശേരി ചെയ്യാം. ഇതൊരു 30 ചക്കച്ചുളയുണ്ട്. അതിനകത്ത് കുരുവെല്ലാം മാറ്റി ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അരിഞ്ഞത്. ചക്കയുടെ വേണ്ട ഈ കളറാണ് നല്ലത് എരിശ്ശേരി വയ്ക്കാം. പിന്നെ അരപ്പിന് വേണ്ടത് 1 കപ്പ് തേങ്ങ തിരിഞ്ഞത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 2 ചുമന്നുള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വറുത്തിടാനുള്ള തേങ്ങയാണിത്. ഇതൊരു 5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ആദ്യം കടുക് വറുത്തിട്ടാണ് അതിലിട്ടാണ് വറുത്തെടുക്കുന്നത് തേങ്ങ. കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 3 ചുവപ്പ് മുളക്. ആദ്യം നമുക്ക് ചക്ക വേവിക്കണം. കുക്കറിൽ നമുക്ക് ചക്ക വേവിക്കാനായിട്ട് വയ്ക്കാം. കുക്കർ വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാ പാത്രത്തിൽ വെച്ച് വേവിച്ചാലും മതി. പക്ഷെ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അല്പം കറിവേപ്പില ആവശ്യത്തിന്. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. സ്റ്റീമൊക്കെ നിശേഷം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. എപ്പോഴും സ്റ്റീം പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇതാണ്ടില്ലേ, ചക്ക ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് പേസ്റ്റ് പോലൊന്നും അരഞ്ഞിട്ടില്ല. ഇതാണ് അതിൻ്റെ പരുവം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യ വെള്ളം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. സമയത്തിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് പോരാ, കുറച്ച് ഉപ്പ് വേണം. തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇത് ഇരുന്ന് കുറച്ചുകൂടെ അങ്ങ് കട്ടിയാവും. എരിവൊക്കെ കണക്കിനുണ്ട്. ചക്ക എപ്പോൾ ചെയ്യുമ്പോഴും അതിനോടൊപ്പം അല്പം കുരുമുളക് ചേർത്താൽ നല്ലതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഉരുക്കി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കാണും. കടുക് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 3 ചുവപ്പ് മുളക്, കറിവേപ്പില, വറുക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന തേങ്ങ. ഉള്ളി അങ്ങ് ഫുള്ളായിട്ട് സാധാരണ താളിക്കുമ്പം ചെയ്യുന്ന പോലെ ഇത്രയും അങ്ങ് മൂക്കണ്ട ഉള്ളി. നമ്മളിതിട്ടും കുറച്ച് സമയം കൂടെ ഇളക്കി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. അതിലിരുന്ന് ആ ചൂടുകൊണ്ട് തന്നെ ഒന്നുകൂടെ മൂക്കും. ഉള്ളി ഉണ്ടോ, നമ്മൾ അന്നേരം ആ മൂപ്പിനെ നിർത്തിയത് കൊണ്ടാണ് തേങ്ങയുടെ ഒപ്പം മൂത്ത് വന്നത്. ഇനി ഇത് ചക്കയിലേക്ക് ഇടാം. ഇനി കുക്കറൊന്ന്
അടച്ചു വെക്കണം. 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എപ്പോഴും താളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നോക്കണം. അതായിരിക്കും നല്ലത്. നല്ല മണം ഉണ്ടാവും കറിക്ക്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നേരത്തെ നമ്മൾ വെച്ചിരുന്ന പോലെയല്ല, ഇതാണ്ടായിരുന്നു. നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. നന്നായിട്ട് കട്ടിയെന്ന് പറഞ്ഞാൽ ഒത്തിരിയും കട്ടിയായില്ല, ചെറിയ ലൂസായിട്ട്. ചക്ക എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞാൽ ഇതൊരു നല്ല റെസിപ്പിയാണ്. ഈ വിഷുവിന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുപോലെ വ്യൂസും വളരെ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അതുപോലെ പഴയ വീഡിയോസ് കാണണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഐറ്റം കുക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.